നമസ്കാരം. 10 വർഷത്തിന് ശേഷം ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചവർക്ക് വെറൈറ്റി ചേഞ്ചുകൾ തന്നെ തെരുവുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. തൊടുപുഴയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ലീഗുകാരെല്ലാം കൂടി ചേർന്ന് വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കെതിരെ വിളിച്ച മുദ്രാവാക്യത്തിന് മറുപടിയായിട്ടും ഇന്നലെ തെരുവിൽ SNDP-ക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ചേഞ്ച് വേണമത്രേ, ചേഞ്ച്. സമാധാന ജീവിതം നഷ്ടപ്പെടുന്ന ഒരു ചേഞ്ചിലേക്ക് കേരളം സഞ്ചരിക്കുകയാണ്. ദേ നോക്കി. ആയിരം പള്ളികളുടെ കാളിയായിട്ടുള്ള പാണക്കാട് തങ്ങൾ വരെ തെരുവിൽ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഈ പ്രകോപനം? ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു ദൃശ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നു? എന്തുകൊണ്ട് കണ്ടില്ല? ഇതേ ആൾക്കാരെല്ലാം ഈ നാട്ടിൽ ജീവിച്ചിരുന്നവരല്ലേ? എന്തുകൊണ്ട് ഇവരൊന്നും തലയെടുത്ത് പുറത്തിട്ടില്ല? അല്ലെങ്കിൽ ഇവർ പൊത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല? അവർക്ക് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിനെ ഭയമുണ്ടായിരുന്നു. ആ ഭയം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെരുവിലിറങ്ങി മതസംഘടനകൾ തമ്മിൽ വാക്പോരുണ്ടാകുന്ന സാഹചര്യം എന്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക? ചിലർ ഒരു ഫേസ്ബുക്ക് കമന്റായി പറയുന്നു, കേരളം ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ടെന്ന്. ഈ വിവരക്കേടുകളാണ് കേരളത്തെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാര്യം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുന്നോടിയായിട്ട് BJP അത്ര വലിയ സ്വാധീന ഘടകമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു 10-15 വർഷം പുറകിലെടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇന്നിപ്പോൾ BJP ഒരു വലിയ സ്വാധീന ശക്തി തന്നെയാണ്, അതും ഒരു മതവിഭാഗങ്ങൾക്കിടയിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ 2 മതവിഭാഗക്കാർ പരസ്പരം തെരുവിൽ പോരടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുക? ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. വിജയിച്ചതിൻ്റെ പേരിൽ ആവേശത്തോടെ തെരുവിൽ ഉറഞ്ഞു തുള്ളുന്നവരും മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ആ മാറ്റം നടപ്പാക്കാൻ ജനങ്ങളുടെ ഉള്ളിൽ മതവികാരം ഉണർത്തിയവരൊക്കെ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. ഈ നാട്ടിൽ അങ്ങനെ മതങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തരം മനുഷ്യരുടെയും സമാധാന ജീവിതമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കാര്യം, മതം നോക്കി മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ച നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നതാണ്. അത് ഈ നാട്ടിൽ കടന്നു വരാതെ വലിയ പ്രതിരോധം തീർത്തിരുന്നതാണ്. പക്ഷേ ഒന്ന് ഭരണം മാറിയതേ ഉള്ളൂ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ നാടിനെ തന്നെ കത്തിച്ചാമ്പലാക്കി കളയുന്ന രീതിയിലുള്ള അപകടങ്ങളുടെ കാഴ്ചയാണ് തെരുവുരങ്ങളിൽ കാണാൻ പറ്റുന്നത്. ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത്? ഇടപെടേണ്ടവർ ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അവരൊക്കെ മന്ത്രിമാരുടെ ചർച്ചയിലേക്കൊക്കെ പോകുമ്പോൾ ക്രമസമാധാന പ്രശ്നം വല്ലാതെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള വർഗീയതയൊക്കെ കെട്ടഴിച്ചു വിടുന്നുണ്ടെങ്കിൽ എന്താണ് വരും കാലങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആശങ്കയോടെ അല്ലാതെ നോക്കിക്കാണാൻ പറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, സംഘപരിവാറുകാർക്ക് ഇതെല്ലാം ഓരോ ബോണസാണ്. ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരു അവസരങ്ങളും അവർ നഷ്ടപ്പെടുത്താറില്ല. അതിനെ ഉറപ്പായിട്ടും ആളെ കത്തിപ്പിക്കാൻ വേണ്ടി ഇന്ധനം പകരാൻ മാത്രമേ അവർ പരിശ്രമിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ലീഗുകാരെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാരെ ആകെ വ്രണപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് SNDP-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവം. ഇത് വ്രണപ്പെട്ടവർ മറിച്ചും പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് മുകളിലേക്കാണോ താഴേക്കാണോ പോകാൻ സാധ്യതയെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. ഈ നാട്ടിൽ മതേതരത്വത്തെ വിശ്വസിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വലിയ വിഭാഗം ഒരു മനുഷ്യരുണ്ട്. അവരെ സംബന്ധിക്കുന്നിടത്തോളം മതഭ്രാന്തിളകിയുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ കാണുമ്പോൾ ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെയും ഈ നാടിൻ്റെ ശാന്തിയും സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആകുലത ഉണ്ടാകുന്നത്. അതിനൊക്കെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ആ ദൃശ്യം നൽകുന്ന സന്ദേശം.